ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചായിരുന്നു. അന്ന് അധ്യക്ഷത വഹിച്ചിരുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആദ്യത്തെ INC സമ്മേളനം നടക്കുന്നത് ബോംബെയിൽ വെച്ചായിരുന്നു. 1885 തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഇറയിളി. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശമായിരുന്നു മലബാർ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ഇളംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്, അതായത് EMS നമ്പൂതിരിപ്പാട്. ശുദ്ധിപ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ആര്യസമാജം. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശ 97°25 കിഴക്ക്. പഞ്ചാബ് ഹരിയാന സമതലത്തിൽ രൂപീകരണത്തിന് കാരണമാകുന്ന നദി സിന്ധു. പഹൽഗാം തീവ്രവാദി ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാമാണ് ഭംഗ്ലിഹാർ. കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ജീവനം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഏത് ചോദ്യത്തിലാണ്? എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം? താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗമാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത്? സർക്കാർ ജീവനക്കാർ. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഈ പ്രസ്താവന മുന്നോട്ട് വച്ചത് ബ്രൺലൺ കമ്മീഷൻ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഒരു പ്രദേശത്ത് 20 അംഗങ്ങളോളം വരുന്ന ആളുകളെ ഒത്തുചേർന്ന് ഒരു ചെറിയ സംഘം രൂപീകരിക്കുക. ഓരോ അംഗവും നിശ്ചിത തുക ഈ സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു. അങ്ങനെ രണ്ട് രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു. ഈ സമ്പ്രദായമാണ് മൈക്രോ ഫിനാൻസ്. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ഡോക്ടർ അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയ അതുപോലെ തന്നെ ആദ്യത്തെ വൈസ് ചെയർമാനായിരുന്നു. നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാനായിരുന്നു അരവിന്ദ് പനഗരിയ. നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയാണ്. ഇപ്പോഴത്തെയും അത് തന്നെ. അപ്പം ആദ്യത്തെ CEO ഓഫ് നീതി ആയോഗ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അരവിന്ദ് പനഗരിയ അല്ല, സിന്ധുശ്രീ കുള്ളറാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ CEO ഓഫ് നീതി ആയോഗ് ചോദിക്കുകയാണെങ്കിൽ അത് സുമൻ ബറിയാണ്, BVR സുമൻ ബറി. ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത് ഗുരുജട അപ്പറാവു. ഇറാൻ-ഇസ്രയേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സിന്ധു എന്ന പേരിലാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏത്? നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അത് ആർട്ടിക്കിൾ 14 ആണ്. ബാക്കിയെല്ലാം വരുന്നത് ആർട്ടിക്കിൾ 19 ആണ്. സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുക, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുക, ഇതൊക്കെ റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ 19 വരുന്നതാണ്. പക്ഷേ നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്നുള്ളത് ആർട്ടിക്കിൾ 14 ആണ്. സോഷ്യലിസം, മതേതരത്വം എന്ന രണ്ട് പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? ആമുഖത്ത്. സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി. ചുവപ്പുനാട ഇല്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതിയാണ് ഗവേണൻസ്. ഗവേണൻസിനെ കുറിച്ച് ഈ പ്രസ്താവന ആരുടേതാണ്? APJ അബ്ദുൽ കലാം. ചേരുംപടി ചേർക്കുക. യൂണിയൻ ലിസ്റ്റ് സെൻസസ്, സംസ്ഥാന ലിസ്റ്റ് ജയിലുകൾ, കൺകറന്റ് ലിസ്റ്റ് വനം, അവശിഷ്ടാധികാരങ്ങൾ, സൈബർ നിയമങ്ങൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? 2, 3 ശരിയായിട്ടുള്ളത്. 73 74 ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1990 എന്നുള്ളത് തെറ്റാണ്. 1993 കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആദ്യ കമ്മീഷണർ സുകുമാർ സെൻ അല്ല, രാമസ്വാമിയാണ്.
കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാനാണ്. സുകുമാർ സെൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കമ്മീഷണറായിരുന്നു. ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന പദ്ധതി. താഴെ തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ തെറ്റായ പ്രസ്ഥാനം കണ്ടെത്തുക. കേരളത്തിൽ ആദ്യമായി തൊഴിൽ വകുപ്പ് രൂപീകരിച്ചത് 1946 ഇതിനുള്ള നിർദ്ദേശം നൽകിയത് CP രാമസ്വാമി അയ്യറാണ്. ഇതിനുള്ള ഉത്തരവ് ഇറക്കിയത് ശ്രീമൂലം തിരുനാളല്ല. 1946 വരെ വ്യവസായ വകുപ്പിന്റെ ഭാഗമായിരുന്നു തൊഴിൽ വകുപ്പ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എല്ലാ പ്രസ്താവനകളും തെറ്റാണെന്നാണ്. NGN രേഖയുടെ പൂർണ്ണ രൂപം ഏത്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 2018 ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബില്ല് നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. CRISPR-Cas9 സാങ്കേതികവിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ എന്തെല്ലാം? ജീൻ തെറാപ്പി, കാർഷിക വിളകളുടെ മെച്ചപ്പെടുത്തലെല്ലാം മെച്ചപ്പെടുത്തലാണ് ഘോര ചികിത്സ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിൻ്റെയും അസുഖത്തിൻ്റെയും ജോഡി തിരഞ്ഞെടുക്കുക. OPV പോളിയോ. ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏതാണ്? ക്ലോറോഫ്ലൂറോ കാർബണുകൾ, CFCs. ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. സെറിബ്രം മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. ചിന്തനം, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷ, തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്? താഴെ കൊടുത്തിരിക്കുന്നത് അനിയന്ത്രിതമായ ഭക്ഷണശീലം. അമ്ലമഴയുടെ pH മൂല്യം ഏകദേശം 5.6 താഴെ. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണ്? 3-ാം ചലന നിയമം. എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? ഗാമ കിരണം. ഭൂമിയുടെ കേന്ദ്രത്തിൻ്റെ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം Gയുടെ മൂല്യം 0 m/s². ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR450 അനാച്ഛാദനം ചെയ്ത രാജ്യം ചൈന. നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിനു ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു? SpaceX ക്രൂ ഡ്രാഗൺ. 132 ഗ്രാം കാർബൺ ഡയോക്സൈഡിൽ എത്ര മോൾ കാർബൺ ഡയോക്സൈഡ് അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തുക. 3 മോൾ. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ നീലം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേര് അതിപൂരിത ലായനി. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരമാണ്? അൽനിക്കോ. ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ പുറത്തുവരുന്ന വാതകമേത്? അസിറ്റിലീൻ. ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ പുറത്തുവരുന്ന വാതകമേത്? അസിറ്റിലീൻ. പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം ഏത്? ആൽഫാഫോൾഡ്. 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതെല്ലാമാണ്? പണിയനൃത്തം, പളിയനൃത്തം, ഇരുളനൃത്തം, മംഗലം കളി, മലപുലയാട്ടം. അപ്പം മിതവ നൃത്തമില്ല, ബാക്കിയെല്ലാം ഉണ്ട്. താഴെ കൊടുത്തിരിക്കുന്നതിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാം? മുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ഭാക്കർ. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാനപാലമാണ് ചിനാബ് റെയിൽവേ പാലം. ചേരുംപടി ചേർക്കുക. നീരീശ്വരൻ, VJ ജെയിംസ്, മീഷ, S ഹരീഷ്, ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ, NS മാധവൻ, സമ്പർക്ക് ക്രാന്തി, V ഷിനിലാൽ. കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം.
ശരിയായ ജോഡികൾ കണ്ടെത്തുക. വൈശാഖ മഹോത്സവം, കോട്ടിയൂർ ക്ഷേത്രവും, പുത്തിരി തിരുവപ്പന, ശ്രീമുത്തപ്പൻ ക്ഷേത്രം, പറശ്ശിനിക്കടവ്. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാകുന്ന സാങ്കേതികവിദ്യയാണ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. താഴെ പറയുന്നതിൽ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലാത്തത് LibreOffice Impress ആണ്. ഡയാസ്പോറ ഒരു സ്വതന്ത്ര വിവരവിനിമയ സാമൂഹിക മാധ്യമമാണ്. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ്ബോട്ടാണ് ഡീപ്സീക്ക്. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യം ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഈ നഗരത്തിലാണ്, അമരാവതി. വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കാത്ത വിവരങ്ങൾ പ്രസ്താവിക്കുക. സംസ്ഥാന നിയമസഭയ്ക്ക് നിഷേധിക്കാനാവാത്ത വിവരങ്ങൾ. ഭരണഘടനയുടെ ഏത് അനുച്ഛേദപ്രകാരമാണ് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? 338. ഗാർഹിക പീഡന നിയമത്തിലെ 12-ാം വകുപ്പ് പ്രകാരം ആർക്കൊക്കെ അപേക്ഷ നൽകാം? പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രം, ഏതൊരാൾക്കും, പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്കും, പ്രൊട്ടക്ഷൻ ഓഫീസർക്കും മാത്രം. എല്ലാം ശരിയാണ്. പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വിവാഹം ചെയ്യപ്പെട്ട പ്രായം 18 വയസ്സിന് താഴെയും. പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിലെ ലൈംഗികതയെ അപ്പാട് കുറ്റകരമാക്കുന്നത് ആശങ്കാജനകമാണെന്ന് പ്രതിപാദിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട് 283. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമത്തിൻ്റെ S2 ക്ലോസ് D രക്ഷിതാവ്, ജന്മം നൽകിയ രക്ഷിതാവും ദത്തെടുക്കുന്നവരും, രണ്ടാനച്ഛനും രണ്ടാനമ്മയും. ഒരു മുറിയുടെ നീളവും വീതിയും യഥാക്രമം 10 മീറ്റർ 75 സെൻറ്റിമീറ്റർ, 8 മീറ്റർ 25 സെൻറ്റിമീറ്ററുമാണ്. തറയിൽ ചതുരാകൃതിയിലുള്ള ടൈലുകൾ പാകണം. ടൈലിൻ്റെ സാധ്യമായ ഏറ്റവും വലിയ വലുപ്പം കണ്ടെത്തുക. 25 സെൻറ്റിമീറ്റർ × 25 സെൻറ്റിമീറ്റർ. 988 × 625 61.3 × 10⁵. A, B എന്നീ പൈപ്പുകൾ യഥാക്രമം 12 മണിക്കൂറും 15 മണിക്കൂറും കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കും. 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും? 6 മണിക്കൂർ 40 മിനിറ്റ്. H/Y (12 × Y⁴ × Z⁴ HYZ(12). രഘു ഒരു ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. ആദ്യ ഗഡുവായി രഘു 1000 രൂപ തിരിച്ച് അടച്ചു. ഓരോ മാസവും ഗഡു 150 രൂപ വീതം വർദ്ധിപ്പിച്ചാൽ 30ാമത്തെ ഗഡുവായി രഘു തിരിച്ചടയ്ക്കുന്ന തുക എത്രയാണ്? 5350. ഒരു ദിവസം എത്ര തവണ ഒരു ക്ലോക്കിലെ സൂചികൾ പരസ്പരം ലംബകോണിലായിരിക്കും? 44. WFB, TGD, QHG അടുത്തത് NIK ആണ് വരുന്നത്. 5, 16, 51, 158 അടുത്തത് 481. ഒറ്റയാനെ കണ്ടെത്തുക. നോർഗെ. 16/4/2020 തുടങ്ങി 9 മാസവും 5 ദിവസവും പൂർത്തിയാകുന്ന തീയതി 20/1/2021. Teacher could not help laughing at the criticism. If I have the money, I will buy a new dress for you. My mother has been living in this house for 10 years. The poem tempts the readers to ponder over the beauty of nature. Give a one-word substitute for a person who loves books. Bibliophile. The correct spelled word is vacuum. VACUUM. What does the foreign phrase vis-a-vis mean in relation to? Sheep flock, fish school. Flock of sheep, school of fish. Change into reported speech. His father asked, "Do you think you know the lesson better than your teacher?" His father asked whether he thought he knew the lesson better than his teacher. Expand. RDX. Royal Demolition Explosive. താഴെ പറഞ്ഞതിൽ മകൻ്റെ ഭാര്യ എന്ന അർത്ഥം വരുന്ന പദം സ്നുഷ. വ്യാകരണം പഠിപ്പിച്ചിട്ടുള്ളവൻ. ഒറ്റപ്പദം വൈയാകരണൻ. തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡികൾ കണ്ടെത്തുക. ജനകൻ ജാനകി തെറ്റാണ്. ശരിയായിട്ടുള്ളത് ലേഖകൻ ലേഖിക
ദേവൻ, ദേവി, സ്വാമി, സ്വാമിനി. കൊന്നമരം എന്ന അർത്ഥം വരാത്ത പദം ഏത്? വരാത്ത പദം സൗവർണം. കൊന്നമരത്തിന് അർത്ഥമാകുന്നത് അരഗുതം, സുവർണകം, കർണികാരം. അവസാനിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത്? ഭരതവാക്യം ചൊല്ലുക. പരോപകാരം എന്ന പദം പിരിച്ചെഴുതുക. പര പ്ലസ് ഉപകാരം. അന്തർമുഖൻ എന്ന പദത്തിൻ്റെ വിപരീത പദമായിരിക്കും ബഹിർമുഖൻ. പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം എന്ന പഴഞ്ചൊല്ലിൻ്റെ പൊരുൾ ആളറിഞ്ഞ് ദാനം നൽകണം. തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? കപോലം, തലയൊട്ടി. കാപാലമാണ് തലയൊട്ടി. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? പരേതൻ 1 വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ പിതാവാണ്. ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾ ഒരു അസൈൻമെൻറ്റ് എഴുതുമ്പം പരമാവധി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതാണ് എഴുതുന്നത് സാധാരണഗതിയിൽ. പക്ഷേ ഒരു PSC എക്സാം പോലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നിലധികം തെറ്റ് വരിക, അതുപോലെ തന്നെ തെറ്റ് വന്നത് ഡിലീറ്റ് ചെയ്യുക, പോരാത്തതിന് കൂടാണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്കുള്ള വേറെയും കുറേ ക്വസ്റ്റ്യൻസ് കണ്ടോ. 3, 4, 5, 6 ക്വസ്റ്റ്യനൊക്കെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തെറ്റായിട്ട് വരുന്നത്. പോരാത്തതിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വേറെയും. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻസ് നിർമ്മിക്കുന്ന ആളുകൾ അവർ ഇത് അടിക്കുന്നതിന് മുന്നേ ഒറ്റത്തവണയെങ്കിലും വായിക്കുന്നത് നല്ലതായിരിക്കും. ആർക്ക്? എക്സാം എഴുതുന്ന ആളുകൾക്ക് നല്ലതായിരിക്കും. ഒരു 5-6 ക്വസ്റ്റ്യൻസ് തന്നെ ഡിലീറ്റഡാണ്, പോരാത്തതിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വേറെ. അപ്പം ഇത് ഒരു തവണയെങ്കിലും വായിക്കാനുള്ള ഒരു ശ്രമം കാണിക്കുകയാണെങ്കിൽ ഇതുണ്ടാകത്തില്ലായിരിക്കും. അത്രയും ആളുകളുടെ സമയവും നഷ്ടപ്പെടുത്തില്ലായിരിക്കും.